ഫസ്റ്റ് സീനിൽ തന്നെ വിജയാണ്. ഓ ഹായ്, എൻജോയ് ചെയ്യട്ടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിജയണ്ണന്റെ സച്ചിൻ മൂവിയാണ്. അപ്പൊ കഴിഞ്ഞ വട്ടം നമ്മള് കത്തി സച്ചിൻ ഇട്ട സമയത്ത് കത്തിയായിരുന്നു. അപ്പൊ നമ്മൾ കത്തി ഓൾറെഡി കംപ്ലീഷൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം സച്ചിൻ, കാരണം സച്ചിന് കുറേ അധികം പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. നമുക്ക് രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഈ മൂവിനെ പറ്റിയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റോം കോം റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. 2005 ഇറങ്ങി, അതും ഏപ്രിൽ 14 നമ്മളെ വിഷുവിന് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തമിഴ് ന്യൂ ഇയറിന് ഇറങ്ങിയ സിനിമയായിരുന്നു. ഇതിലെ കാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയണ്ണൻ, ജെനിലിയ, ബിപാഷ ബസു, സന്താനം, വടിവേലു, അത് കൂടാണ്ട് രഘുവരൻ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ബിപാഷ ബസുവിന്റെ ഫസ്റ്റ് പടമാണ്. പിന്നെ ഇതിന് ഒരു ഭയങ്കര ഒരു തെലുഗു ടച്ച് ഉണ്ട്. കാരണം തെലുഗുവിൽ ഇറങ്ങിയിട്ടുള്ള എന്തായിരുന്നു പടത്തിന്റെ നീത്തോ പടത്തിന്റെ റീമേക്ക് ആണ്. ഇതൊക്കെ നമ്മൾ വായിച്ച് പറഞ്ഞ കാര്യങ്ങളാട്ടോ. മ്യൂസിക് ചെയ്തിരിക്കുന്ന DSP ആണ്. ഡയറക്ടർ ആരാണ്? ജോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോൺ മഹേന്ദ്ര എന്നും പറയാം, അല്ലെങ്കിൽ ജോഹൻ എന്നും പറയാം. എനിക്കറിയില്ല ശരിക്കും. എല്ലായിടത്തും കാണുന്നുണ്ട്, ഏതാ സത്യം അറിയില്ല. അപ്പൊ അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റിൽ ഇടുക. DSPയുടെ പറഞ്ഞല്ല, DSP ആണ്. അപ്പൊ ഏകദേശം ഈ ഒരു മൂവി എന്ന് പറയുന്നത് റൊമാൻറ്റിക് കോമഡി എന്ന് പറയുന്ന സമയത്ത് 2005 ഇറങ്ങിയ പടം കൂടിയാണ്. അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലാവാം ഒരു കോമഡി രീതിയിൽ അല്ലെങ്കിൽ എന്റർടൈനിങ് ഫാക്ടർ ഉള്ള ഒരു സിനിമയാവാൻ സാധ്യത. ശരിക്കും ഈ ഒരു മൂവിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയണ്ണൻ ജനീലിയ കോംബോ, ഞാൻ അത് കണ്ടിരിക്കുന്നത് എന്തായിരുന്നു, മറ്റേ മുളച്ചുമൂട് ആ ഒരു മൂവി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവരുടെ കോംബോയില്. അതും പടം കണ്ടിട്ടുണ്ടോ? പടം കണ്ടിട്ടില്ല. പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും സച്ചിൻ നമ്മള് പടം കണ്ടിട്ടേ ഇല്ല, അത് പറയാൻ വേണ്ടി സംഭവം വരാം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കമന്റ്സ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്തോ വികാരത്തിന്റെ പേരിലോ നമുക്ക് അറിയില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ പറയും നമ്മൾ കണ്ടാണോ കണ്ടതല്ലേ എന്നുള്ളത്. നമ്മള് കാണാത്ത മൂവിയാണ് റിയാക്ഷൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാളെങ്കിലും കാണാത്ത മൂവി ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ തന്നെ. നമുക്ക് ഒരുപാട് സജഷൻ വരുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കണ്ട പടങ്ങൾ, ആ പടങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. നമ്മളിപ്പോ മാക്സിമം കാണാത്ത പടങ്ങളാണ് ചെയ്യാൻ നോക്കുന്നത്. കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ജ്യോതിഷ് അറിയാൻ തോന്നുന്നില്ല. നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ജ്യോതിഷ് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാ ഞങ്ങളും വരാം ചോദിച്ചറിയാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിനിമയിലോട്ട് പോവാം, അതായിരിക്കും നല്ലത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും പടം കണ്ടിട്ടില്ല. ആ 2005 ഇറങ്ങിയ പടം കാണുന്ന സമയത്തുള്ള എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ട്. ഈ പടത്തിന്റെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. അതും ഞാൻ ആദ്യം വെച്ച സച്ചിൻ എന്നുള്ള സംഭവം SACHIN ആയിരിക്കുന്നതാണ്. പക്ഷെ അതല്ല, SACHEIN ആണ്. മൂവിയിൽ ഒരു സോങ് പോലും കേട്ടതായിട്ട് ഓർമ്മയില്ല. ഇവിടെ രണ്ടുപേരുടെയും കോംബോയിൽ ഒരു സോങ് കേട്ടതായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് ആ ഒരു വേലായത്തെ സോങ് ഞാൻ പിന്നെ 2005 ഇറങ്ങിയ പടമല്ലേ, കാണാൻ സാധ്യതയില്ല. 2015 ഇറങ്ങിയ പടം വരെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ 2005. അപ്പൊ നമുക്ക് നേരെ സീനിലോട്ട് പോവാം. അതല്ലേ അല്ലേ, തുടങ്ങിയാലോ? റെഡി അല്ലേ? യെസ്. എല്ലാം അദ്ദേഹം കേട്ടോ. ഫസ്റ്റ് സീനിൽ തന്നെ വിജയാണ്. ഇല്ല, അത് ഭയങ്കര കൂൾ ഇൻട്രോ. ആ ഒരു റോം കോം ആണെന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചത് അല്ലേ? എൻട്രി ഭയങ്കര സിമ്പിൾ ആയിട്ട്. മ്യൂസിക് കാണുന്നില്ലേ? ഒരു ഫ്ലൈറ്റിന്റെ തണുപ്പുള്ള സ്ഥലമാണോ? എവിടെ? ഫുൾ പുകയാണ് അല്ലേ? നല്ല പുകയില്ല അത്. Have a nice trip, sir. Thank you. ഇതെവിടെ വന്നേക്കണം? എയർപോർട്ട്.
ബലൂണ് അല്ലേ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ പോണം. എനിക്ക് തോന്നിയായിരുന്നു അതിലൂടെ വരുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇത് ഇതാണ് ഇപ്പൊ പ്രസന്റ് ആണ് ഇപ്പൊ കാണിച്ചത്. இங்க கூட்டம் ஜாஸ்தியா இருக்கு. நம்ம பசங்களுக்கு ஸ்போர்ட்ஸ்னா அவள அக்கறையும் கிடையாது, அரங்கரையும் கிடையாது. சந்தானல்ல வாலிபால்னா சைடுல உட்கார்ந்து பாக்குறது, டென்னிஸ்லனா படுத்துன்னு பாக்குறது, அத்து பிகருக்கு ஆளு பாப்பானுங்க. சாண்டில யாரா கேட்கணுமா? ஷாலி. ஓ ജനീനിയ ആ ഒരു സ്റ്റൈലിലെ ഇൻട്രോ കൊടുത്തേക്കണം കളിന്റെ. അല്ലേ? அங்க நெட்ல பாலே போல என்னடா பில்டப் இது? எப்படிங்களா வெறும் அங்க பாரா பொண்ணுங்களே பொண்ணுன்னு துளி வச்சு பால அழகா பாஸ் பண்ணி உப்பத்தொட்டில போய் போட்டுங்க. ஏய் இங்கதான் பொண்ணுங்களோட சைக்காலஜி நீ புரிஞ்சுக்கிற. பால் போடுறதுல என்னடா சைக்காலஜி? எப்படி பாலை ஏமாத்தி எடுத்துட்டு போய் நெட்ல போடுறாளுங்களோ அதே மாதிரி லவ் பண்ற பையனை பின்னாடி அங்க இங்கன்னு அலைய விட்டு கடைசியா டொக்குல தட்டு போயின்னே இருப்பானுங்க. அதெல்லாம் தானா வரணும். അത് ഭയങ്കര സീനിയറായിട്ട് വരുമ്പോ കളിക്കുന്നത്. நைட் ஒரு 11 மணி இருக்குண்டா. சரி ஆள் எனக்கு போன் பண்ணி நீ நடந்தால் நடை அழகு, நீ பேசும் தமிழ் அழகு, நீ ஒருவன் தான் அழகுன்னு ஒரே புகழறாடா. அதுல என் முன்னாடி உன்னை புகழே மாட்டேன்றா. இங்கதான் பொண்ணோட டெக்னிக்கை நீ புரிஞ்சுக்க மாட்டேன். டெக்னிக் காலையில ஃபுல்லா நம்ம முன்னாடி சுத்துவானுங்க, பார்க்க மாட்டானுங்க, பேச மாட்டானுங்க. ஆனா நைட் ஆனா அவங்க வரும் பாரு லவ், அப்படி ஒரு லவ். பக்கத்துல அவங்க அப்பா படுத்து இருப்பான், அதை கூட கண்டுக்காம வச்சுட்டு போது நைஸா பேசுவாங்க. அப்போ அவனுக்கு உஷார் மச்சான் மிஸ்டு கால் தான் பண்ணுவானுங்க. ஆர்வ கோளாறுல நம்ம தான் இஷ்டத்துக்கு போன் பண்ணி கடைசியா பில் வரும்போது நமக்கு பழுக்கும் பாரு. ബില്ലൊക്കെ ആ സമയത്ത് അത് മറ്റേ ഷോർട്ടുകൾ ഉണ്ടായിരുന്നു. ഡയലോഗ് പറയുമ്പോ സിംഗിൾ ആണ് കാണിക്കുന്നത് അല്ലേ? டேய் நீ என்ன ஆனாலும் சரிடா, கேம் முடிஞ்ச உடனே ஷாலினி கிட்ட என் மனசு ஓபன் பண்ணிடுறேன். ഓ ജനീനിയ ശാലിനി. ஷாலினி ஒரு நீ சொல்றது இருக்கட்டும், அதுக்கு முன்னாடி ஒரு அப்ளிகேஷன் கொடுக்குறான், அங்க பாரு. யாரா அந்த சேவிங் பண்ண செமரியாடு? வாவ் சிம்பிளி சூப்பர். எனக்கு என்ன சொல்றதுனே தெரியல. புரியுது, நல்லா இருக்கு. ஆனா இதுல இருக்கிற விஷயம் தான் என்னால ஒத்துக்க முடியல. என்ன பத்தி என்ன தெரியும்? நம்ம ஒரு மேக்ஸிமம் 5 வாட்டி மீட் பண்ணிருப்போமா? ஒரு நாள் ஸ்மிருதி இன்ட்ரோடியூஸ் பண்ணா, ஒரு நாள் சிக்னல்ல பார்த்தோம், ஒரு நாள் காரிடோர்ல பார்த்தோம். That's it. அதுக்குள்ள என்னது இது? ஷாலினி லுக் அவினாஷ், என்ன பொறுத்த வரைக்கும் ஒருத்தர் நல்லா புரிஞ்சுக்கிட்டு அவங்களோட பிளஸ் என்ன, மைனஸ் என்ன, குட் என்ன, பேட் என்னன்னு தெரிஞ்சுக்கிட்டு வர லவ் தான் லாங் ஸ்டாண்டிங் லவ். புரிஞ்சுதா? இப்படி பார்த்த உடனே வரதெல்லாம் ஜஸ்ட் ஃபேட்டல் அட்ராக்ஷன். பாத்தியாடா பைத்தியக்காரா, நானும் போய் அவசரப்பட்டு ஷாலினி லவ் சொல்லியிருந்தா இந்த நிலைமை தான் இருக்கும். 1 வருஷம் இல்ல 10 வருஷம் ஆனாலும் சரி அவளை நல்லா தெரிஞ்சுக்கிட்டு புரிஞ்சுக்கிட்டு அதுக்கப்புறம் தான் என் லவ் சொல்லுவேன். நல்ல வேலை தப்பிச்சேன்டா எங்க அப்பா. நீ புரிஞ்சுக்கிட்டு தெரிஞ்சுக்கிட்டு உன் லவ் சொல்றதுக்குள்ள வெளியில இருந்து எவனாவது ஒருத்தன் வந்து வெக்க போறான் ஆப்பு. ഓ ഓ ഇതാ ഇൻട്രോ സോങ് ആണെന്ന് തോന്നട്ടോ. സോങ് തന്നെ ആയിരിക്കും. ഓ അത് സോങ് ചെയ്യണമെങ്കിൽ പറയാം അല്ലെ, നമുക്ക് ചെയ്യാം. കുഞ്ഞു സീനാണ്, പക്ഷെ എന്തായാലും ആ ഒരു ഇൻട്രോ എല്ലാവരുടെയും കഴിഞ്ഞു. ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നുണ്ട്, പക്ഷെ സോങ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും അടുത്തേക്ക് നോക്കാം അല്ലെ. സോങ് വിട്ടാൽ ഒരുമിച്ച് സീനും സോങ് കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പണിയിട്ടാ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എനിക്ക് പക്ഷേ ഇതിന്റെ സ്റ്റാർട്ടിങ് നല്ല രസമുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഫസ്റ്റ് തളപതിനെ കാണിച്ചത് ആ വലിയ മറ്റെന്താ പറയാ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെയായിരുന്നു. അതായത് എന്താ പറയാ ഇപ്പോഴത്തെ പ്രസന്റ് കാണിച്ചിട്ട് എന്തോ നഷ്ടമാണോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ പിരിഞ്ഞതാണോ അല്ലെങ്കിൽ, പക്ഷെ ആ ഒരു ഇഷ്ടത്തിന്റെ സംഭവം അല്ലെങ്കിൽ ലവ് എന്നുള്ള സംഭവം ആൾക്ക് അറിയാം, അതിന്റെ ഒരു ഫീൽ എന്തോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ആ ബലൂണിന്റെ ഷോട്ടും കാണിച്ചത്. അത് മാത്രമല്ല അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സംഭവം കാണുന്ന സമയം അവരിങ്ങനെ പിരിയുന്നൊക്കെ കാണുന്ന സമയത്ത് നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നേ. അപ്പൊ അതിൻ്റെ അകത്ത് നേരെ ഫ്ലാഷിലേക്ക് വരും ചെയ്തത്. അതിൻ്റെ അകത്ത് നമ്മുടെ സന്താനത്തിന്റെ ഇൻട്രോ നല്ല രസമുണ്ടായിരുന്നു. ആ ഡയലോഗൊക്കെ പറയുന്നത് ആ സമയത്ത് നന്നായിട്ട് തന്നെ ആ ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ് എന്തായാലും അല്ലെ. പിന്നെ ജനീലിയും നമുക്ക് അറിയാൻ നല്ല രസമാണ് സ്ക്രീനിലൊക്കെ വരുന്ന സമയത്ത്. അതിനുശേഷം ഈ ഒരു സോങ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ വിജയൻ എന്റെ എനിക്ക് തോന്നുന്നു ഇൻട്രോ ആയിട്ട് ഏകദേശം ഈ ഒരു സോങ്ങിലൂടെ തോന്നുന്നു ആ സമയത്ത് കൂടുതൽ ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലെ. കൂടുതൽ നമ്മൾ എന്താ പറയാ കേട്ടിട്ടില്ല. അതായത് ഒരു സോങ് എനിക്ക് തോന്നുന്നു തമിഴിന്റെ ട്രെൻഡാ തോന്നുന്നില്ല. മൂവിന്റെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ഇൻട്രോ സീൻ നമ്മള് ചങ്ക് സ്റ്റോക്കിൽ റിയാക്ട് ചെയ്ത സമയത്ത് അതിന്റെ ആ ഒരു എന്താ ഫൈറ്റ് കഴിഞ്ഞാൽ നേരെ സോങ് അതെ ഒരു സോങ് വരുന്നുണ്ട്. ഫൈറ്റ് കഴിഞ്ഞ സോങ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സീനിൽ കാണാം. ഈ സോങ് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാം.